ട്രക്കിൻ്റെ മുകൾ ഭാഗം മുഴുവനായി മാറ്റിക്കഴിഞ്ഞതിന് ശേഷം ഈ ട്രക്കിൽ വെള്ളമടിച്ച് പരിശോധിച്ചു. അതിലുള്ള ശരീരഭാഗങ്ങൾ അതോടൊപ്പം തന്നെ അർജുൻ്റെ നിത്യോപയോഗ സാധനങ്ങളടക്കം ഇതിൽ നിന്ന് കണ്ടെടുക്കുകയും ചെയ്തിട്ട് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ കഴിയും. അദ്ദേഹം വാഹനത്തിൽ പോകുന്ന ദിവസങ്ങൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള നിത്യോപയോഗ സാധനങ്ങൾ, അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങൾ, അതോടൊപ്പം തന്നെ മറ്റ് കണ്ടെയ്നറുകൾ, ഭക്ഷണ വസ്തുക്കൾ കൊണ്ടുവരുന്ന പാത്രങ്ങൾ, ഇതൊക്കെയാണ്. അതോടൊപ്പം തന്നെ ഈ ഭാഗത്തേക്ക് വന്നാൽ തീർച്ചയായിട്ടും നമുക്ക് കാണാം ഇതുമായി ബന്ധപ്പെട്ടുള്ള വാഹനങ്ങളുടെ രേഖകൾ അടക്കമുള്ള വസ്തുക്കൾ. അതോടൊപ്പം തന്നെ ഈ അർജുൻ്റെ വാഹനത്തിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്ന ഒരു ട്രക്കിൻ്റെ മിനിയേച്ചറാണിത്. ഇത് അർജുൻ്റെ മകൻ ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയുന്നത്. മകൻ്റെ ഒപ്പം കളിക്കുന്ന ഓർമ്മകൾക്ക് കൂടി വേണ്ടിയാണ് അദ്ദേഹം ഈ വാഹനത്തിനൊപ്പം പോകുന്ന സ്ഥലത്തേക്ക് ഇത് കൊണ്ടുപോയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും എന്താണ് ഇത്, എങ്ങനെയാണ് വാഹനത്തിലെത്തിയത്? പറയുന്നില്ല. ഇത് അർജുൻ്റെ മോൻ കളിച്ചിരുന്നതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അനിയനുണ്ട്, അഭിയത്തുണ്ട്. വീട്ടിലുണ്ടായിരുന്ന കളിപ്പാട്ടം ഏട്ടൻ വീട്ടിൽ എപ്പോഴും വന്ന മോൻ്റെ കൂടെ കളിക്കുന്നതാണിത്. ട്രക്കിലേക്ക് എങ്ങനെയാണ് എത്തിയത്? അത് വണ്ടിയിൽ കേബിളിൽ വെക്കാൻ വേണ്ടിയിട്ട് എടുത്തതായിരിക്കും, അറിയില്ല. അവിടുന്ന് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നാണല്ലേ? ഇന്ന് പോകാൻ കഴിയാതെ നാളെ പോവോ? എങ്ങനെയാണ് അഭിഷേക്? നാളെ പോകാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. എല്ലാം ടെസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഇതൊക്കെ കൊണ്ടുപോകണം. അർജുൻ്റെ ശേഷിപ്പുകൾ മുഴുവൻ, അർജുൻ ഉപയോഗിച്ച വസ്തുക്കൾ മുഴുവൻ കൊണ്ടുപോകണം. ഇവിടുന്ന് എടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ മൊത്തം എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാര്യ അത് ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലേ? ആവശ്യപ്പെട്ടിട്ടുണ്ട്. പറ്റുന്ന എല്ലാം കൊണ്ടുവരണമെന്നാണ് പറഞ്ഞത്. അർജുൻ ഉപയോഗിച്ചിരുന്ന അവസാന ദിവസങ്ങളിൽ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ മുഴുവൻ നാട്ടിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് അർജുൻ്റെ ഭാര്യ ഇവരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ ട്രക്കിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്ന വസ്തുക്കൾ മുഴുവൻ അവർ ഇവിടെ നിന്ന് പരത്തുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. അതൊക്കെ ഇപ്പോൾ തൊട്ടടുത്തുള്ള സഞ്ചിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ സഞ്ചി അടക്കം അവർ കൊണ്ടുപോകും. അതോടൊപ്പം തന്നെ ഈ ട്രക്കിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്ന ഈ ട്രക്കിൻ്റെ ചെറിയ മിനിയേച്ചർ രൂപം, അത് അർജുനും കുഞ്ഞും കളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കളിപ്പാട്ടമാണ്. ആ കളിപ്പാട്ടം അവസാന ദിവസം ഇങ്ങോട്ട് പോരുന്ന ദിവസം ഈ ട്രക്കിൽ പോയതാണ് എന്നാണ് പറയുന്നത്. അതായത് അർജുനൊപ്പം എപ്പോഴും ആ കുഞ്ഞുണ്ടായിരുന്നുള്ളതാണ്. അർജുനൊപ്പം കളിക്കുന്ന സമയത്തും അതോടൊപ്പം തന്നെ വാഹനങ്ങൾക്കൊപ്പം പോകുന്ന സമയത്തുമൊക്കെ അർജുൻ്റെ ആ കുഞ്ഞിൻ്റെ ഒരു പ്രതീകം കൂടി അദ്ദേഹം കൈവശം വെച്ചിരുന്നു എന്നുള്ള ഒരു ദുഃഖകരമായ കാര്യം കൂടിയാണ്. ഏതായാലും അവസാന ദിവസം അദ്ദേഹം യാത്ര പറഞ്ഞു പോകുമ്പോൾ ഈ ഗംഗാവാരിപ്പുഴയുടെ അടിത്തട്ടിലേക്ക് പോകുമ്പോൾ പോലും ഈ വസ്തുക്കളടക്കം കൊണ്ടാണ് അദ്ദേഹം പോയിരിക്കുന്നത് എന്നുള്ളതാണ്. ആ വസ്തുക്കളാണ് ഇപ്പോൾ കരയ്ക്കെത്തിച്ച് വീണ്ടും പരിശോധനയ്ക്കൊക്കെ ശേഷം ഇപ്പോൾ ബന്ധുക്കൾ ഏറ്റുവാങ്ങുകയും അതോടൊപ്പം തന്നെ നാളെയോട് കൂടി തന്നെ ഇത് വീട്ടിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത്. അർജുൻ്റെ ഭാര്യ ആവശ്യപ്പെട്ട ഏക കാര്യം കൂടി ഇതാണ്. ചേട്ടൻ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ അത് വീട്ടിലേക്ക് കൊണ്ടുവരണം, അത് ശേഷിപ്പാണ്, എനിക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള വഴിയാണ് അത് തുറന്നു തരുന്നത് എന്നുള്ളൊരു ആവശ്യമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ വസ്തുക്കളൊക്കെ അനിയൻ കൂടിയ അഭിജിത്ത് ഇക്കാര്യങ്ങളൊക്കെ എടുത്ത് സഞ്ചിയിലേക്കാക്കിക്കൊണ്ട് തന്നെ നാട്ടിലേക്ക് പോകാനുള്ളൊരു ശ്രമവും നടത്തുന്നത്.